കാലത്തിന്റെ കുത്തൊഴുക്കിൽ പല ജനപദങ്ങളും നാമാവശേഷമാകുമ്പോൾ മനുഷ്യന്റെ ഇച്ഛാശക്തിയും പതറാത്ത ഈശ്വരവിശ്വാസവും കൊണ്ട് ഒരു മഹാകാവ്യം പോലെ പടുത്തുയർത്തിയ ചില ദേശങ്ങളുണ്ട്. വയനാടിന്റെ ഹരിതഭൂമിയിൽ തല ഉയർത്തി നിൽക്കുന്ന നടവയൽ അത്തരത്തിലൊരു ചരിത്ര വിസ്മയമാണ്. കേവലം ഒരു ഗ്രാമം എന്നതിലുപരി ജീവിക്കാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെയും വിയർപ്പൊഴുക്കി നേടിയെടുത്ത സംസ്കാരത്തിന്റെയും സർവ്വമതങ്ങളെയും ചേർത്തുപിടിക്കുന്ന ആത്മീയ സൗഹാർദ്ദത്തിന്റെയും ജീവിക്കുന്ന സ്മാരകമാണ് ഈ മണ്ണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന്, വിശപ്പിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഇരുണ്ട ദിനങ്ങളിൽ നിന്ന് ഒരു കൂട്ടം മനുഷ്യർ എങ്ങനെയാണ് ഒരു പുതിയ സുവർണഭൂമി വെട്ടിപ്പിടിച്ചതെന്ന ചരിത്രം ഏത് ഇതിഹാസത്തെയും വെല്ലുന്നതാണ്. നടവയൽ എന്ന പ്രദേശത്തെയും അവിടുത്തെ ദേവാലയങ്ങളെയും പൗരാണിക സ്മാരകങ്ങളെയും ചരിത്രത്തിന്റെ സൂക്ഷ്മദർശനിയിലൂടെ നോക്കിക്കാണുകയാണിവിടെ. രണ്ടാം ലോക മഹായുദ്ധം ലോകത്തെയാകെ ഒരു ശവപ്പറമ്പാക്കി മാറ്റിയപ്പോൾ അതിന്റെ അലയൊലികൾ കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലുമുണ്ടായി. തിരുവിതാംകൂറിനെ ഗ്രസിച്ച കൊടിയ ദാരിദ്ര്യവും ഭക്ഷ്യക്ഷാമവും പട്ടിണിയും സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി. കൃഷിഭൂമിയുടെ അഭാവവും സാമ്പത്തിക തകർച്ചയും അവരെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടാൻ നിർബന്ധിതരാക്കി. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള വയനാടൻ കാടുകൾ അവർക്ക് പ്രതീക്ഷയുടെ പുതിയൊരു വാതിൽ തുറന്നുകൊടുത്തത്. കൊടുംകാടും മലമ്പനിയും വന്യമൃഗങ്ങളും നിറഞ്ഞ ആ ഭൂമിയിലേക്ക് മനുഷ്യർ യാത്ര തിരിച്ചത് കേവലം സാഹസികത കൊണ്ടായിരുന്നില്ല, മറിച്ച് ജീവൻ നിലനിർത്താനുള്ള അവസാനത്തെ പോരാട്ടമെന്ന നിലയിലായിരുന്നു. അധ്വാനിക്കാനുള്ള മനസ്സും നെഞ്ചുറപ്പും മാത്രമായിരുന്നു അവരുടെ ഏക കൈമുതൽ. അപരിചിതമായ കാലാവസ്ഥയോടും പ്രകൃതിയോടും പൊരുതി അവർ നടവയൽ എന്ന മഹാപ്രസ്ഥാനത്തിന് അടിത്തറ പാകി. 1948 ഫെബ്രുവരി 5 തീയതി നടവയലിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ട ദിനമാണ്. മീനച്ചിൽ താലൂക്കിൽ നിന്നുള്ള 10 പേരടങ്ങുന്ന ആദ്യ കുടിയേറ്റ സംഘം നടവയലിന്റെ മണ്ണിൽ കാലുകുത്തിയത് അന്നാണ്. ജോർജ് പുതിയിടം, തോമസ് ഐമനച്ചിറ, ജോസഫ് കുറിച്ചാത്ത്, അഗസ്തി പുതുപ്പറമ്പിൽ, ജോസഫ് പുതുപ്പറമ്പിൽ, അഗസ്റ്റി പുന്നത്താനം, കുട്ടപ്പൻ നായർ, കാരക്കുന്നേൽ ജോസഫ്, ചാക്കോ ആനിക്കൽ, ചാക്കോ അകത്തോട്ടം എന്നിവരായിരുന്നു ആ ധീരരായ പൂർവ്വപിതാക്കൾ. അധികം വൈകാതെ മാർച്ചിൽ കോലത്തേട്ട് പൈലിയും മാത്തൂർ ചാക്കോയും ഈ സംഘത്തോടൊപ്പം ചേർന്നു. അന്നതൊരു വാസയോഗ്യമായ ഭൂമിയായിരുന്നില്ല, മറിച്ച് തിങ്ങി നിറഞ്ഞ മുളങ്കാടുകളും വന്യജീവികളുടെ വിഹാര കേന്ദ്രവുമായിരുന്നു. ചീക്കല്ലൂർ ഇടത്തിൽ നിന്നും 110 ഏക്കർ മുളങ്കാട് മറുപാട്ടത്തിനടുത്താണ് അവർ തങ്ങളുടെ ജീവിതം തുടങ്ങിയത്. ആ വലിയ ഭൂപ്രദേശം അവർ 10ആയി വീതിച്ചു. ചീക്കല്ലൂർ നടവയലിടം എന്നായിരുന്നു ആ പ്രദേശത്തിന്റെ പൂർവ്വനാമം. ആ വാക്കിൽ നിന്നാണ് ഇന്നത്തെ നടവയൽ എന്ന മനോഹരമായ പേര് രൂപപ്പെട്ടത്. കുടിയേറ്റത്തിന്റെ ആദ്യകാലങ്ങളിൽ തദ്ദേശീയരായ ജന്മിമാരിൽ നിന്നും അവർക്ക് കാര്യമായ പിന്തുണയോ സഹകരണമോ ലഭിച്ചില്ല. വിശപ്പും രോഗങ്ങളും അവരെ വേട്ടയാടി. എന്നാൽ ആ പ്രതിസന്ധിയിലും അവർക്ക് താങ്ങായി എത്തിയത് ചീക്കല്ലൂർ നാടുനായർ എന്ന മനുഷ്യസ്നേഹിയാണ്. അദ്ദേഹം നൽകിയ മുളഷെഡിലാണ് അവർ ആദ്യകാലങ്ങളിൽ അന്തിയുറങ്ങിയത്. പനമരത്ത് നിന്ന് കാൽനടയായി അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി കഠിനമായ ദുരിതങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അവർ അതിജീവിച്ചു. ഈ മുളഷെഡ് അക്ഷരാർത്ഥത്തിൽ നടവയലിന്റെ ആദ്യത്തെ മതേതരത്വത്തിന്റെ അടയാളം കൂടിയായിരുന്നു. പകൽ മുഴുവൻ നീളുന്ന കഠിനാധ്വാനത്തിന് ശേഷം അവർ തളർന്നുറങ്ങിയിരുന്നില്ല. പകരം അവരുടെ വിയർപ്പു തുള്ളികളിൽ നിന്നും പുതിയൊരു സാംസ്കാരിക മുന്നേറ്റം രൂപപ്പെടുകയായിരുന്നു. 1948 ഓഗസ്റ്റിൽ ഇന്നത്തെ ടൗണിന് സമീപം അവർ ഒരു പൊതുഷെഡ് നിർമ്മിച്ചു. വൈകുന്നേരങ്ങളിൽ ഈ ഷെഡിൽ ഒത്തുകൂടി അവർ ഗാനമേളകൾ നടത്തി. വില കൂടിയ വാദ്യോപകരണങ്ങളൊന്നും അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഒഴിഞ്ഞ കാലിപ്പാട്ടകളും കാട്ടിൽ നിന്ന് വെട്ടിയെടുത്ത മുളംകുഴലുകളും അവർക്ക് സംഗീത ഉപകരണങ്ങളായി. കാടിന്റെ നിശബ്ദതയെ ഭേദിച്ച ആ സംഗീതം മനുഷ്യന്റെ അതിജീവനത്തിന്റെ പാട്ടുകളായിരുന്നു. ഈ കൂട്ടായ്മകളാണ് പിന്നീട് നടവയലിനെ വയനാടിന്റെ സാംസ്കാരിക സ്ഥിരാകേന്ദ്രമാക്കി മാറ്റിയത്. ജനസംഖ്യ പതിയെ വർദ്ധിച്ചതോടെ വിശ്വാസികൾക്ക് ആത്മീയമായി ഒത്തുചേരാൻ ഒരിടം ആവശ്യമായി വന്നു. 1948 ഒക്ടോബറിൽ അവർ നിർമ്മിച്ച ആ മുളഷെഡിൽ തന്നെ പള്ളിക്കുന്ന് വികാരിയായിരുന്ന ജെയിംസ് നസ്രത്തച്ചൻ ആദ്യത്തെ ദിവ്യബലി അർപ്പിച്ചു. അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. വന്യമൃഗങ്ങളുടെ ഗർജനം കേട്ടിരുന്ന കാട്ടിൽ ദൈവസ്തുതികൾ മുഴങ്ങാൻ തുടങ്ങി. 1950 ഡിസംബർ 8 ഫാദർ ബെർക്കുമാൻസ് ആദ്യ വികാരിയായി ചുമതലയേറ്റെടുത്തതോടെ ഇടവകയ്ക്കൊരു വ്യക്തമായ രൂപം കൈവന്നു. 1948 നടവയലിലേക്ക് കുടിയേറ്റം മധ്യ തിരുവിതാംകൂറിൽ നിന്നും ആരംഭിക്കുന്നത്. 1950 ഇവിടെ ദേവാലയം ഉണ്ടാക്കി ആദ്യ കുടിയേറ്റ മാതാപിതാക്കൾ. ഇന്ന് ഈ കാണുന്ന ദേവാലയം ഉണ്ടാക്കിയത് 1976.
1250 ഇടവക അംഗങ്ങൾ, കുടുംബങ്ങൾ ഈ ഇടവകയിലുണ്ട്. നടവയൽ എന്ന് പറയുന്ന ഗ്രാമം മറ്റ് പ്രദേശങ്ങളിൽ വ്യത്യസ്തമായി ഒരു കുടിയേറ്റ സംസ്കാരം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന നാടാണ്. ഈ നടവയലിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലുള്ള പുരോഗതിയിൽ നടവയലിലെ ഈ ദേവാലയം വഹിച്ച പങ്ക്, ഇവിടുത്തെ വികാരിയച്ഛന്മാർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം നടവയൽ ഉണ്ണി മിശിഹായുടെ തിരുനാൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിലൊന്നാണ്. ഈ തിരുനാളിൻ്റെ തന്നെ സവിശേഷത എന്ന് പറയുന്ന 10,000-കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണമാണ്. കഴിഞ്ഞ വർഷം മുതൽ, അതായത് കഴിഞ്ഞ 2026 ജനുവരി മാസം 1-ാം തീയതി 25 ഇവിടെ തിരുനാൾ നടക്കുന്നത് ഡിസംബർ 25 മുതൽ ജനുവരി 1 വരെയാണ്. കഴിഞ്ഞ തിരുനാൾ മുതൽ അതിന് ചെറിയൊരു ഒന്നുകൂടെ പൊലിമ നൽകുന്ന രീതിയിൽ, വർണ്ണശബളമാകുന്ന രീതിയിൽ ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക്, ആഘോഷങ്ങൾക്ക് മാറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുകയുണ്ടായി. അതിന് നടവയൽ ഫെസ്റ്റ് എന്ന രീതിയിലാണ് കഴിഞ്ഞ കൊല്ലം തിരുനാൾ നടത്തിയത്. വ്യത്യസ്തങ്ങളായ സാംസ്കാരിക മത്സരങ്ങൾ നടത്തി, അതുപോലെ തന്നെ ഗാനമേള, നാടകം, വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്തിക്കൊണ്ട് വയനാട്ടിന് പുറത്തുള്ള വ്യത്യസ്തങ്ങളായ ജനങ്ങളെ ഈ നടവയലിലേക്ക് ആകർഷിക്കുകയും ഈ തിരുനാളിൻ്റെ ഊടും ഭാവും മാറുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് വരും വർഷങ്ങളിലും നടവയൽ ഫെസ്റ്റ് എന്ന രീതിയിൽ ഏറ്റവും ആഘോഷപൂർവ്വം നടത്തണമെന്നാണ് ഇടവക ജനങ്ങളുടെ ആഗ്രഹം. പുതിയ പള്ളിക്ക് എന്ത് പേര് നൽകണമെന്ന ചർച്ചകൾക്കൊടുവിൽ നറുക്കിട്ടെടുത്ത ഇൻഫന്റ് ജീസസ് മാർ സ്ലീബ പള്ളി എന്ന പേരവർ സസന്തോഷം സ്വീകരിച്ചു. തുടക്കത്തിൽ മുളയും പുല്ലും കൊണ്ട് നിർമ്മിച്ച ചെറിയ പ്രാർത്ഥനാലയം കാലക്രമേണ വളർന്നു വലുതായി. 1953 കരിങ്കല്ല് തൂണുകളുള്ള ഓടുമേഞ്ഞ മനോഹരമായ ഒരു പള്ളിയായി അത് മാറി. ആദ്യകാലത്ത് കോഴിക്കോട് ലത്തീൻ രൂപതയുടെ കീഴിലായിരുന്നു ഈ ഇടവക. പിന്നീട് ചരിത്രപരമായ കാരണങ്ങളാൽ തലശ്ശേരി സിറോ മലബാർ രൂപതയുടെ ഭാഗമായി മാറി. വിശ്വാസികളുടെ എണ്ണം കൂടിയതോടെ പുതിയൊരു വലിയ ദേവാലയം അനിവാര്യമായി തീർന്നു. അങ്ങനെ 1971 ജൂൺ 6 മാർ സെബാസ്റ്റ്യൻസ് വള്ളോപ്പള്ളി പുതിയ ദേവാലയത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ചു. തുടർന്ന് ഫാദർ ജെയിംസ് കുളത്തിനാലിന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെയും നേതൃത്വത്തിന്റെയും ഫലമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയായി. 1976 കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ ഈ മഹാദേവാലയം വെഞ്ചരിച്ചു. ഒരു സമൂഹത്തിന്റെ മുഴുവൻ അധ്വാനത്തിന്റെയും ഫലമായിരുന്നു ഈ ദേവാലയം. ഇതേ വർഷം തന്നെ നടവയൽ ഒരു ഫെറോന പള്ളിയായി ഉയർത്തപ്പെട്ടത് ഈ ദേശത്തിന്റെ ആത്മീയ വളർച്ചയുടെ നാഴികക്കല്ലാണ്. 1949 വയനാട്ടിലേക്ക് കുടിയേറിയ ജനങ്ങൾ ആദ്യം വന്ന് താമസിച്ചത് നടവയൽ ഇടവയിലാണ്. ഇന്ന് മാനന്തവാടി രൂപതയിലെ ഏറ്റവും വലിയ ഇടവകയാണ് നടവയൽ ഹോളി ക്രോസ് ദേവാലയം. പേര് ഹോളി ക്രോസ് ആണെങ്കിലും ഈ പള്ളിയുടെ പ്രതിഷ്ഠ ഉണ്ണീശോയാണ്. 1975 പുതിയതായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയം രൂപം കൊണ്ടത്. ഇന്ന് ഈ ഇടവയിലെ 1132 കുടുംബങ്ങളാണുള്ളത്. 38 വൈദികർ ഈ ഇടവയിൽ നിന്ന് ഉണ്ട്. ഒരു മെത്രാൻ ബിഷപ്പ് ജോർജ് ഞല്ലക്കാട്ട് ഈ ഇടവയിൽ നിന്നുള്ള ആളാണ്. 100-ൽ പരം സമർപ്പിതർ ഈ ഇടവയിൽ നിന്ന് ലോകത്തിലെ പല ഇടങ്ങളിലെ സേവനം ചെയ്യുന്നവരായിട്ടുണ്ട്. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉണ്ണീശോയുടെ മുമ്പിൽ വന്ന് ആയിരങ്ങൾ പ്രാർത്ഥിച്ച് ജീവിതത്തിലെ അത്ഭുതങ്ങൾ നേടിപ്പോകുന്നതുണ്ട്. കൂടാതെ ഇവിടെ തൊട്ടടുത്തുള്ള പരിശുദ്ധ അമ്മയുടെ ഈ രൂപം ധാരാളം ജനങ്ങൾ ഇവിടെ വന്ന് സാരി ഉടുപ്പിക്കാറുണ്ട്. ആ സാരി തന്നെ അവർ തിരികെ എടുക്കുകയും ആ സാരി ഉടുക്കുകയും അത് പുതച്ച് കിടന്നുകൊണ്ട് രോഗം വിമുക്തരായ ഒരു ധാരാളം ജനങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രാർത്ഥനയുടെ ആലയമായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും പ്രാർത്ഥനാ ദിനമായിട്ട് കൊണ്ടാടുന്നുണ്ട്. 500 ജനങ്ങളെങ്കിലും വെള്ളിയാഴ്ചകളിൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഇടവകയുടെ ആത്മീയമായ വളർച്ചയോടൊപ്പം തന്നെ ഭൗതികമായ വളർച്ചയിലും വേണ്ടത്ര ശ്രദ്ധ ഊന്നുന്നുണ്ട്. ഇടവക ജനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യം, അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ വീടില്ലാത്തവരുടെ കാര്യമൊക്കെ സമയാസമയങ്ങളിൽ പരിഗണിച്ച് അതിന്
ഈ ഇടവക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായി കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട്, ഒരു വീടിന് 10 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് 3 വീടുകൾ പൂർണ്ണമായി നിർമ്മിച്ച് ഇടവകയിൽ നൽകാൻ കഴിഞ്ഞു. അതുപോലെ 6-7 ലക്ഷം രൂപ വിദ്യാഭ്യാസ സഹായം നൽകാൻ കഴിഞ്ഞു. ചികിത്സാ സഹായം ലക്ഷക്കണക്കിന് രൂപ ഈ ഇടവകയിൽ നിന്നും നൽകുന്നുണ്ട്. വീടുകളുടെ അറ്റകുറ്റപ്പണിക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഈ ഇടവകയിലെ ജനങ്ങൾ നൽകുന്ന ചെറിയ പൈസ ചുരുക്കൂട്ടിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത്. കാരണം മാനന്തവാടി രൂപതയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 1250 വീട്ടുകാരുള്ള ഏറ്റവും വലിയ ഇടവകയാണ് നടവയൽ. 2020 ഈ ഇടവക മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രം എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. മാനന്തവാടി രൂപതയിൽ ഏറ്റവും കൂടുതൽ പുരോഹിതന്മാരും അതുപോലെ സിസ്റ്റേഴ്സുമുള്ള ഇടവകയാണിത്. അത്തരത്തിൽ ആത്മീയമായി ഒരു ഭാഗത്ത് ഈ ഇടവക വളർന്ന് പരിലസിക്കുമ്പോൾ, മറ്റൊരു ഭാഗത്ത് ഇടവകയിൽ പട്ടിണിയില്ലാത്ത ഇടവക, വീടുകൾ, എല്ലാവർക്കും വീടുകളുള്ള ഇടവക, സമാധാനം നിലനിൽക്കുന്ന ഇടവക, അത്തരത്തിലൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇടവകയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി കഴിഞ്ഞ വർഷം മുതൽ ഫെസ്റ്റ്, അതായത് തിരുനാൾ, വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിലൊന്നാണിത്. ആ തിരുനാൾ ഡിസംബർ 25-ാം തീയതി ആരംഭിച്ച്, പിറവിയുടെ ദിവസം ആരംഭിച്ച് ജനുവരി 1-ാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ തിരുനാൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷം മുതൽ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒരല്പം മാറ്റം വരുത്തിക്കൊണ്ട് കൂടുതൽ ആയി അത് വർണ്ണാഭമാക്കി മാറ്റുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അത് നടവയൽ ഫെസ്റ്റ് എന്ന രീതിയിൽ അത് വിപുലമായി ആ തിരുനാൾ ആഘോഷിക്കുകയും വയനാട്ടിൽ നിന്നും വയനാട്ടിന് പുറത്തു നിന്നുമൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതിന്, തിരുനാളിൽ പങ്കെടുക്കുന്നതിന്, അത് ഉണ്ണീശോയുടെ അനുഗ്രഹം നേടുന്നതിനൊക്കെ ഈ ഇടവകയിലേക്ക് കടന്നു വരികയുണ്ടായിട്ടുണ്ട്. നടവയലിന്റെ ചരിത്രം കേവലം ഒരു പള്ളിയുടെയോ കുടിയേറ്റത്തിന്റെയോ മാത്രം ചരിത്രമല്ല. അതൊരു സമഗ്രമായ ഗ്രാമവികസനത്തിന്റെ കൂടി ചരിത്രമാണ്. വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ കുതിച്ചുചാട്ടമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി 1957 ഇവിടെ ഒരു ഹൈസ്കൂൾ അനുവദിച്ചു. എന്നാൽ നടവയലിന്റെ യഥാർത്ഥ വികസന നായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്നത് 1951 മുതൽ സ്കൂളിന്റെ ഹെഡ്മാസ്റ്ററായി എത്തിയ റെവറൻഡ് ഫാദർ ജോൺ മണ്ണനാലിനെയാണ്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവുമാണ് ഇന്നത്തെ നടവയലിനെ രൂപപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നടവയൽ പനമരം റോഡും ഗ്രാമത്തെ ബന്ധിപ്പിക്കുന്ന അനേകം ഉൾനാടൻ റോഡുകളും നിർമ്മിക്കപ്പെട്ടത്. പനമരം ചെറിയ പുഴയിലെ ആദ്യത്തെ പാലം യാഥാർത്ഥ്യമാക്കിയതിനു പിന്നിലും ഈ കർമ്മയോഗിയുടെ വിയർപ്പുണ്ട്. ഈ കാലഘട്ടത്തിൽ നടവയൽ പള്ളി പൊതുയോഗമെടുത്തൊരു തീരുമാനം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒന്നാണ്. വഴിക്ക് താഴെയുള്ള പള്ളിവക 2 ഏക്കറോളം വരുന്ന വിലപിടിപ്പുള്ള സ്ഥലം വില്ലേജ് ഓഫീസ്, മൃഗാശുപത്രി, PWD സെക്ഷൻ ഓഫീസ് തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനായി സൗജന്യമായി വിട്ടുനൽകാൻ അവർ തീരുമാനിച്ചു. ഒരു ആരാധനാലയം എന്നത് കേവലം പ്രാർത്ഥിക്കാൻ മാത്രമുള്ളതല്ല, മറിച്ച് സമൂഹത്തിന്റെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെടാനും നാടിന്റെ വികസനത്തിനു വേണ്ടി ത്യാഗം സഹിക്കാനും ബാധ്യസ്ഥമാണെന്ന വലിയൊരു തത്വചിന്തയാണ് അവർ അതിലൂടെ പ്രാവർത്തികമാക്കിയത്. തുടർന്നുള്ള വർഷങ്ങളിൽ നടവയൽ സർവ്വതല സ്പർശിയായ വികസനത്തിന് സാക്ഷ്യം വഹിച്ചു. ബാങ്കിംഗ് സൗകര്യങ്ങൾ ഗ്രാമത്തിൽ ലഭ്യമായി തുടങ്ങി. ആത്മീയ ആവശ്യങ്ങൾക്കായി പുതിയ ഉൾനാടൻ കുരിശുപള്ളികൾ നിരവധിയായി നിലവിൽ വന്നു. എന്നാൽ സഭയുടെ ചരിത്രത്തിൽ തന്നെ വിപ്ലവകരമായ മറ്റൊരു തീരുമാനം നടപ്പാക്കിയത് നടവയലിലാണ്. തലശ്ശേരി രൂപതയിൽ തന്നെ ആദ്യമായി എല്ലാവർക്കും കല്ലറ എന്ന നയം അംഗീകരിച്ച് മരണാനന്തര ചടങ്ങുകളിൽ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ പൊതുകല്ലറ സമ്പ്രദായം ഇവിടെ നടപ്പിലാക്കി. ഇത് മനുഷ്യർ തമ്മിലുള്ള സമത്വത്തിന്റെ മഹത്തായ ഒരു സന്ദേശമായിരുന്നു സമൂഹത്തിന് നൽകിയത്. 1998 ഇടവകയുടെ സുവർണ ജൂബിലി സ്മാരകമായി ഗോൾഡൻ ജൂബിലി ഹാൾ നിർമ്മിക്കപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയിലെ മറ്റൊരു നാഴികക്കല്ലായി 2010 ഫാദർ ജെയിംസ് കുന്നത്തിന്റെ ശ്രമഫലമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയായി ഉയർത്തപ്പെട്ടു. ആത്മീയതയിലും ദൈവവിളിയിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ മണ്ണിൽ നിന്ന് 39-ലധികം വൈദികരും 100ഓളം സിസ്റ്റർമാരുമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. വിശുദ്ധ പദവിയിലേക്കുള്ള നാമകരണ പ്രക്രിയയിലുള്ള മാധവതച്ചനും തലശ്ശേരി
തിരുനെല്ലി അതിരൂപത മെത്രാപ്പൊലിത്തയായിരുന്ന മാർ ജോർജ് ഞരളക്കാട്ടും ഈ ഇടവകയുടെ വലിയ അഭിമാന സ്തംഭങ്ങളാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും രോഗികൾക്കുമായി വലിയൊരു കാരുണ്യത്തിന്റെ മുഖം ഈ നാടിനുണ്ട്. ലാ സൊലൈറ്റ് ആശ്രമം, പാദ്രെ പിയോ ആശ്രമം, സെന്റ് ആൻസ് ഹോസ്പിറ്റൽ, മദ്യമയക്കുമരുന്ന് മുക്ത കേന്ദ്രമായ മുക്തി ഡി അഡിക്ഷൻ സെന്റർ, കഴിഞ്ഞ 20 വർഷമായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്നിവയെല്ലാം നടവയലിന്റെ ആതുര സേവന രംഗത്തെ തിളക്കമുറ്റുന്ന അധ്യായങ്ങളാണ്. നടവയൽ ദേവാലയത്തിന്റെ ഭാഗമായിട്ടാണ് 1956 നമ്മുടെ ഈ കോൺവെന്റ് ഈ നടവയിൽ ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത്. ഇടവകയുടെ എല്ലാ സപ്പോർട്ടും സഹകരണത്തോടും കൂടി ഇവിടെ ദൈവജനത്തോടു ഒപ്പം ചേർന്ന് പ്രവർത്തന നിരതരമാകുവാൻ വേണ്ടി സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇടവകയുടെ ആത്മീയ കാര്യങ്ങളിലും ഭവന സന്ദർശനം, രോഗി സന്ദർശനം, മതബോധനം, സംഘടനാ പ്രവർത്തനങ്ങൾ, കുടുംബ യൂണിറ്റുകളിലെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇടവകയ്ക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ എന്നിവയിലൂടെയൊക്കെ നമ്മുടെ ദൈവജനത്തോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ചാവറ പിതാവിൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു നഴ്സറി സ്കൂള് 53 വർഷമായിട്ട് ഇവിടെ സജീവമാണ്. നമ്മുടെ ഈ പ്രദേശത്തെ സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുക, അവരുടെ കുടുംബ ഭദ്രത കാത്തുസൂക്ഷിക്കുക എന്നീ ലക്ഷ്യത്തോടു കൂടി നമ്മുടെ കുർബാനയ്ക്ക് ആവശ്യമായ ആൻറ്റിപ്പെറ്റ്, കാപ്പ, അതുപോലെ ആദ്യ കുർബാനയ്ക്കുള്ള ചെണ്ട്, മുടി തുടങ്ങിയ വസ്തുക്കളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന നവജ്യോതി വെൽഫെയർ സെൻ്ററും, അതുപോലെ തന്നെ ഒരു സ്ത്രീകൾക്ക് വേണ്ടി അവർക്ക് സ്വയം തൊഴിൽ, അതിലൂടെ അവർക്ക് സ്വയം പര്യാപ്തരാക്കുന്നതിനുള്ള സ്റ്റിച്ചിങ് സെൻ്ററും ഒക്കെ നമുക്ക് ഇവിടെ സജീവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള ആരോരുമില്ലാത്ത മരണാസന്നരായവർക്ക് വേണ്ടി ശുശ്രൂഷകൾ നടത്തുന്ന ഓൾഡ് ഏജ് ഹോമും നമുക്ക് ഇവിടെയുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇടവകയോട്, നമ്മുടെ ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തന നിരതമാകുവാൻ വേണ്ടി എല്ലാ സഹായവും സപ്പോർട്ടും ഒക്കെ എപ്പോഴും നമ്മുടെ ദേവജനത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നടവയൽ എന്ന ഭൂപ്രദേശത്തെ പൂർണ്ണമാക്കുന്നത് അവിടുത്തെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ മാത്രമല്ല, പൗരാണിക സംസ്കാരത്തിന്റെ ശേഷിപ്പുകളായ ശിലാക്ഷേത്രങ്ങളും മറ്റ് ആരാധനാലയങ്ങളും ഈ നാടിന്റെ മതേതര പൈതൃകത്തെ സമ്പന്നമാക്കുന്നു. കായക്കുന്നിലെയും പുഞ്ചവയലിലെയും പുരാതന ശിലാക്ഷേത്രങ്ങൾ വാസ്തുവിദ്യയുടെയും പൗരാണിക ഹൈന്ദവ വിശ്വാസങ്ങളുടെയും അമൂല്യ കേന്ദ്രങ്ങളാണ്. ഇതിനു പുറമെ ജൈനക്ഷേത്രങ്ങളും ജുമാ മസ്ജിദുകളും ഈ ഭൂമിയുടെ ആത്മീയ വൈവിധ്യത്തെ വിളിച്ചോതുന്നു. ഈ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സഹിഷ്ണുതയും പരസ്പര സ്നേഹവും നടവയലിനെ ഒരു മാതൃക ഗ്രാമമാക്കുന്നു. ഈ സാമുദായിക സൗഹാർദ്ദത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് 1997 മുതൽ ഇവിടെ ജാതിമത കക്ഷി ഭേദമന്യേ നടന്നുവരുന്ന സംയുക്ത സ്വാതന്ത്ര്യ ദിനാഘോഷ റാലി. അന്ന് നടവയലിന്റെ തെരുവുകളിൽ ഒഴുകുന്നത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമല്ല, മറിച്ച് നടവയൽ എന്ന ഒറ്റ വികാരത്തിൽ കോർത്തിണക്കപ്പെട്ട വലിയ ഒരു കുടുംബമാണ്. നടവയൽ എന്നത് കേവലം ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലനാമം മാത്രമല്ല, അതൊരു ചരിത്രമാണ്. മനുഷ്യന്റെ പരാജയപ്പെടാത്ത ആത്മധൈര്യത്തിന്റെ, വിയർപ്പിന്റെ, കാരുണ്യത്തിന്റെ, മതേതരത്വത്തിന്റെ മഹാചരിത്രം. പട്ടിണിയെയും വന്യമൃഗങ്ങളെയും മലമ്പനിയെയും തോൽപ്പിച്ചൊരു മുളഷെഡിൽ നിന്ന് ആരംഭിച്ച് ആധുനിക സൗകര്യങ്ങളുള്ള വലിയ നഗരമായി മാറിയ നടവയൽ ഇന്നത്തെ തലമുറയ്ക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. പരസ്പരമുള്ള സ്നേഹവും പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള വിട്ടുവീഴ്ചകളും അടിയുറച്ച ഈശ്വര വിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് കാടിനെയും സ്വർഗമാക്കാമെന്ന് ഈ നാട് നമ്മെ പഠിപ്പിക്കുന്നു. അതെ, നടവയൽ എന്ന ഒറ്റ വികാരത്തിൽ ഇവിടുത്തെ മനുഷ്യർ ഇന്നും ഒത്തൊരുമയോടെ മുന്നോട്ട് നീങ്ങുന്നു, വരും തലമുറകൾക്കായി കൂടുതൽ ശോഭയുള്ള പുതിയ ചരിത്രങ്ങൾ രചിച്ചുകൊണ്ട്.